ഹായ് ഹലോ അച്ചൂസ് വ്ളോഗ്സ് ആൻഡ് ഹെൽത്ത് ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തതെന്ന് പറഞ്ഞാൽ പ്രമേഹത്തിൻ്റെ വീഡിയോ ആണ് ചെയ്തത്. അപ്പോൾ പാർട്ട് 1 ഞാൻ പ്രമേഹത്തിൻ്റെ വീഡിയോയെക്കുറിച്ച് ചെയ്തതിൽ പ്രമേഹം എങ്ങനെയുണ്ടാവുന്നു, പ്രമേഹം നിയന്ത്രിച്ച് നിർത്താൻ നമ്മൾ എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം, പ്രമേഹം നിയന്ത്രിച്ച് നിർത്താൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, പ്രമേഹം നമ്മുടെ ശരീരത്തെ ഏതൊക്കെ ഭാഗത്ത് പ്രവർത്തിക്കുന്നു, എന്താണ് HbA1c, ബ്ലഡ് ഷുഗർ കുറയ്ക്കുന്ന 6 ഭക്ഷണങ്ങൾ, മാത്രമല്ല ഡയബറ്റിക് കോംപ്ലിക്കേഷൻസ് എന്നിവയെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഡയബറ്റിക്സ് 2 ടൈപ്പ് ഉണ്ടെന്ന്. അതായത് ടൈപ്പ് 1 ഡയബറ്റിക്സും ടൈപ്പ് 2 ഡയബറ്റിക്സും. ഇവ തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. എന്താണെന്ന് വെച്ചാൽ 1 ഡയബറ്റിക്സ് എന്ന് പറഞ്ഞാൽ പ്രമേഹത്തിൽ ഇൻസുലിൻ്റെ ഉൽപ്പാദനം തീരെ കുറഞ്ഞു പോവുകയും പൂർണ്ണമായിട്ട് നിലയ്ക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഇൻസുലിനാണ് ടൈപ്പ് 1 പ്രമേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ എന്ന് പറയുന്നത്. ഇനി അടുത്തത് നമുക്ക് ടൈപ്പ് 2 പ്രമേഹം എന്താണെന്ന് നോക്കാം. ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോൺ പാൻക്രിയാസിനെ ഉൽപ്പാദിപ്പിക്കുന്നു. പക്ഷേ അതിന് പ്രവർത്തിക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ് ടൈപ്പ് 2 പ്രമേഹം എന്ന്. പലപ്പോഴും ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് കടത്തിവിടുന്ന ഒരു ജോലിയാണ് ഇൻസുലിൻ ചെയ്യുന്നതെങ്കിലും അത് നമ്മുടെ ജീവിതശൈലിയിലെ പല ചേഞ്ചസ് കാരണം ഈ ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിന് കോശങ്ങളിലേക്ക് ഈ ഗ്ലൂക്കോസ് മോളിക്യൂൾസിനെ കടത്തിവിടാൻ സാധിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ രക്തത്തിൽ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഷുഗറിൻ്റെ അളവ്, ഒപ്പം തന്നെ ഇൻസുലിൻ്റെ അളവും കൂടും. ഇൻസുലിൻ കൂടി നിൽക്കുന്ന ഈ ഒരു അവസ്ഥയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. അതായത് ഇൻസുലിനുണ്ട്, പക്ഷേ അതിൻ്റെ പ്രവർത്തനം ബോഡി റെസിസ്റ്റ് ചെയ്യുന്നു. ഇപ്പോൾ ടൈപ്പ് 1ഉം ടൈപ്പ് 2ഉം ഡയബറ്റിക്സിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം, അത് എങ്ങനെ നമുക്ക് ഒഴിവാക്കാം? പലരുടെയും ഒരു സംശയമാണ് ടെൻഷൻ അടിച്ചാൽ പ്രമേഹം ഉണ്ടാകുമോ എന്നുള്ളത്. തീർച്ചയായും സ്ട്രെസ് ആൻഡ് ടെൻഷൻ എന്ന് പറയുന്ന ഷുഗർ കൂടാനുള്ള ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാരണമാണ്. മാത്രമല്ല, ഷുഗർ ഇല്ലാത്ത ഒരു വ്യക്തിക്ക് സ്ട്രെസ് ആൻഡ് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ഷുഗർ വരാൻ ചാൻസസ് കൂടുതലാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ഓപ്പറേഷന് വേണ്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി, എല്ലാ ഷുഗർ വളരെ നോർമലായിരുന്നു. പക്ഷേ സർജറിയുടെ തൊട്ട് തലേന്ന് ചിലർ ഇതണക്ക് ഒന്നുകൂടി ഷുഗറും ടെസ്റ്റ്, BP ഒക്കെ നോർമലാണോ എന്ന് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യാറുണ്ട് ഡോക്ടേഴ്സ്. അപ്പോൾ അങ്ങനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ സർജറിക്ക് തൊട്ട് മുന്നേ ആയിട്ട് മിക്ക ആൾക്കാർക്കും ഷുഗർ കൂടിയ നിലയിൽ കാണപ്പെടുന്നു. അതിൻ്റെ കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വ്യക്തി ഓപ്പറേഷൻ ഭയന്നുകൊണ്ടുണ്ടാകുന്ന സ്ട്രെസ്സും ടെൻഷനും കാരണമാണ് ആ വ്യക്തിക്ക് ഷുഗറിൻ്റെ അളവ് കൂടുതലായിട്ട് കാണിക്കുന്നത്. പിന്നെ അതുമാത്രമല്ല, നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് ഷുഗറിന് ഇൻസുലിനാണോ ഗുളികയാണോ നല്ലതെന്ന്. അങ്ങനെ ചോദിച്ചാൽ നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ടൈപ്പ് 2 ഡയബറ്റിക്സിൽ ഇത് രണ്ടും അത്യാവശ്യമാണ്. ഗുളികയും ഇൻസുലിനും അത്യാവശ്യമാണ്. കാരണം ആദ്യ കാലങ്ങളിൽ നമുക്ക് സ്വന്തമായി ഇൻസുലിൻ ഉൽപ്പാദനം ഉള്ളപ്പോൾ പല ഗുളികകളും നമ്മുടെ ശരീരത്ത് വളരെ നല്ലപോലെ പ്രവർത്തിക്കുകയും വേണ്ട രീതിയിലുള്ള പ്രമേഹ നിയന്ത്രണം നമുക്ക് നൽകുകയും ചെയ്യുന്നു. എന്നാൽ വളരെ വർഷങ്ങളായി പ്രമേഹം ഉള്ളവർക്കൊക്കെ ഇൻസുലിൻ്റെ ഉൽപ്പാദനം തീരെ കുറഞ്ഞു പോകുമ്പോൾ നമുക്ക് പല ഗുളികകളും വേണ്ട രീതിയിൽ പ്രവർത്തിക്കാതാകുന്നു. ആ സമയങ്ങളിൽ നമുക്ക് ഇൻസുലിൻ കുത്തിവെപ്പായിട്ട് എടുക്കുക തന്നെ വേണ്ടി വരും. എന്നാൽ നമുക്ക് ഡയബറ്റിക്സ് തുടങ്ങിയിട്ടേ ഉള്ളൂ, ആവശ്യത്തിന് നമുക്ക് ഇൻസുലിൻ പ്രൊഡക്ഷൻ ഉണ്ടാവുന്നു എങ്കിൽ
അന്നേരം ഇൻസുലിൻ കുത്തിവെക്കുമ്പോൾ വണ്ണം ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ആ സമയത്ത് ഗുളികകൾ നമുക്ക് വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. ഇനി നമുക്ക് നെല്ലിക്ക എങ്ങനെ പ്രമേഹത്തിന് ഗുണം ചെയ്യുന്നു എന്ന് നോക്കാം. ഗുണകരമായ പങ്ക് വഹിക്കാൻ കഴിയും. നെല്ലിക്ക പ്രമേഹ രോഗികൾക്ക് ഒരു സപ്പോർട്ട് സപ്ലിമെൻ്റ് തന്നെയാണ്. നെല്ലിക്കയിലെ വൈറ്റമിൻ സി ആൻഡ് ഫിനോളിക് ഘടകങ്ങളും രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കും. അതുവഴി HbA1c സാധാരണ നിലയിൽ നമുക്ക് നിർത്താൻ കഴിയുകയും ചെയ്യുന്നു. ഇൻസുലിൻ്റെ സെൻസിറ്റിവിറ്റി കൂട്ടാനും നമ്മുടെ നെല്ലിക്കയ്ക്ക് ഇനി മുരിങ്ങയില, നമുക്കറിയാം മുരിങ്ങയില എത്രത്തോളം നമ്മുടെ ശരീരത്തിന് വളരെ ഉത്തമമാണ് എന്നുള്ളത്. അതുപോലെ ഡയബറ്റിക് പേഷ്യൻസിന് മുരിങ്ങയില കഴിക്കുന്നതിലൂടെയും ഡയബറ്റിക്സ് നിയന്ത്രിക്കാൻ സാധിക്കുന്നു. എങ്ങനെയാണെന്ന് വെച്ചാൽ, പ്രമേഹ രോഗികൾക്കുള്ള ഏറ്റവും നല്ലൊരു ഔഷധമാണ് മുരിങ്ങയില എന്ന് പറയുന്നത്. മുരിങ്ങയിലയ്ക്ക് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് പതിയെ കുറയ്ക്കാനുള്ള ശേഷിയുണ്ട്. ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റ് ക്ലോറോജനിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഇവ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല മുരിങ്ങയിലയിൽ വൈറ്റമിൻ സിയുടെ അളവ് ധാരാളം അടങ്ങിയിട്ടുണ്ട്. രക്തത്തിലെ ഗ്ലൂക്കോസ് നില കുറയ്ക്കുവാനും മാത്രമല്ല പാൻക്രിയാസ് അതായത് പിത്തസഞ്ചിയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുവാനും ഇവ സഹായിക്കുന്നു. ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ തടയാനും മുരിങ്ങയില നല്ലതാണ്. അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗികൾ മുരിങ്ങയിലയും മുരിങ്ങയ്ക്കയും കഴിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ പ്രമേഹത്തിൻ്റെ മറ്റ് ചില കാര്യങ്ങളെക്കുറിച്ചാണ്. അതായത് ടൈപ്പ് 1 പ്രമേഹം, ടൈപ്പ് 2 പ്രമേഹം, ടെൻഷൻ കൊണ്ട് പ്രമേഹം ഉണ്ടാകുമോ എന്നുള്ളത്, മുരിങ്ങയില എങ്ങനെ പ്രമേഹത്തിന് ഉപകാരപ്പെടുന്നു, നെല്ലിക്ക എങ്ങനെ നമ്മുടെ പ്രമേഹത്തെ നിയന്ത്രിച്ച് നിർത്തുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പറഞ്ഞത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.